ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വയനാട്ടിലെ കുറച്ച് വീഡിയോസാണ് കാണാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ഇന്ന് വയനാട് വഴി ഗുണ്ടൽപേട്ടയ്ക്ക് പോകാൻ പോവാണ്. അപ്പോൾ ആ പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കാം. ബന്ദിപ്പൂർ വഴിയാണ് പോയത്. സുൽത്താൻ ബത്തേരി ബന്ദിപ്പൂർ വഴിയാണ് ഗുണ്ടൽപേട്ട് പോയത്. അപ്പോൾ പോകുന്ന വഴി ഇത് കുറച്ച് നല്ല വ്യൂസൊക്കെ കിട്ടി. അധികം മഴയില്ല, എന്നാലും കുറച്ച് കോടയൊക്കെ ഉണ്ട്. വ്യൂസൊക്കെ കാണാം. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റായിരുന്നു. ബ്ലോക്കും ഉണ്ടായില്ല. ഇത് ഫ്രൈഡേ ഈവനിങ്ങാണ് പോയത്. അപ്പോൾ അധികം ബ്ലോക്ക് ഇല്ലാണ്ട് തന്നെ പോകാൻ പറ്റി. നമ്മളുടെ സ്ഥലം കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് വയനാട് ചുരം വഴിയാണ് പോയത്. അപ്പോൾ ചുരത്തിലെ കുറച്ച് നല്ല വ്യൂ പോയിൻറ്റ്സിലൊക്കെ നിന്ന് അന്നേ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോവുക ചെയ്തത്. മുത്തങ്ങ വഴിയാണ് പോയത്. അപ്പോൾ മുത്തങ്ങയിൽ വണ്ടികളൊക്കെ ജീപ്പ് സഫാരിയൊക്കെ പോകാനുള്ള വണ്ടികളൊക്കെ റെഡിയായി നിൽക്കുന്നതൊക്കെ കണ്ടു പോകുന്ന വഴി. പിന്നെ അങ്ങനെ നേരെ ബന്ദിപ്പൂർ വഴി പോവുക ചെയ്തത്. ബന്ദിപ്പൂരിൽ കുറച്ച് മാൻകൂട്ടങ്ങൾ കണ്ട്, പിന്നെ ഒരു എലിഫൻറ്റിൻ്റെ കൂട്ടം കണ്ടു. ബട്ട് അതിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടത്. നമ്മൾ വേറെ സൈഡിലോട്ട് നോക്കുമായിരുന്നു. അപ്പം എലിഫൻറ്റിനെ കണ്ടപ്പം ആ വീഡിയോ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ വണ്ടീൻ്റെ ബാക്കിലോട്ട് തിരിച്ച് വെച്ചപ്പോഴേക്കും ഓൾമോസ്റ്റ് ആന കഴിഞ്ഞു പോയി. ആന എന്ന് വെച്ചാൽ ഒരാനയല്ല, ഒരു 5-6 ആനയുള്ളൊരു കൂട്ടമായിരുന്നു. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വന്നത് നാഗർഹോളി ടൈഗർ റിസർവ് വഴിയായിരുന്നു. ആ റോഡ് വളരെ മോശമായിരുന്നു. മഴയൊക്കെ വന്ന് ഇത് മാൻകൂട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അവിടെ റോഡിൽ ചെറിയ വഴിയാണ്, ഈ ബന്ദിപ്പൂറുള്ള പോലെയല്ല. പിന്നെ ആനിമൽസ് ക്രോസിങ് ഉണ്ടായിരുന്നു, മാനൊക്കെ ക്രോസ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ അത് ഇതുപോലെ ഇത്ര നല്ലൊരു സുഖമുള്ള റോഡല്ല, കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.